വാർത്തകൾ തുടരുന്നു. നികുതി പിരിവിന് CC പിടുത്തം മാതൃകയുമായി മോട്ടോർ വാഹന വകുപ്പ്. നികുതി അടക്കാത്ത വാഹനങ്ങൾ പിടിച്ചെടുത്ത് സൂക്ഷിക്കും. വാഹനങ്ങൾ സൂക്ഷിക്കാൻ PPP മാതൃകയിൽ അംഗീകൃത വാഹന ജപ്തി യാർഡുകൾ സജ്ജമാക്കും. അംഗീകൃത വാഹന ജപ്തി യാർഡുകൾക്ക് പ്രാഥമിക അനുമതി. ജനം ബ്രേക്കിംഗ്. പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, മോട്ടോർ വാഹന വകുപ്പിൻ്റെയും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെയും ഒക്കെ ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു തത്വത്തിൽ അനുമതിയിലേക്ക് സർക്കാർ പോയിരിക്കുന്നത്. അതായത് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടേതായിട്ടുള്ള ഒരു റിപ്പോർട്ട് നേരത്തെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ റിപ്പോർട്ടിൻ്റെ നിർദ്ദേശം എന്ന് പറയുന്നത് ഈ നികുതി പിരിവ് അത് കാര്യക്ഷമമാക്കണമെങ്കിൽ വാഹനങ്ങൾ പിടിച്ചെടുത്ത് സൂക്ഷിക്കുന്നത് പോലെയുള്ള നടപടികളിലേക്ക് പോകണമെന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ എഫക്റ്റീവായിട്ടുള്ള ഈ പറയുന്ന രീതിയിലുള്ള നികുതി പിരിവ് നടക്കൂ എന്നുള്ളതാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നൽകിയ ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ മുന്നിൽ വെച്ചൊരു പ്രപ്പോസൽ. ഇത് പരിഗണിച്ച സർക്കാരാണ് ഇത്തരത്തിൽ ആ ഒരു നിർദ്ദേശം, അതായത് വാഹനങ്ങൾ പിടിച്ചെടുത്ത് സൂക്ഷിക്കണമെങ്കിൽ സംസ്ഥാനത്ത് നിലവിൽ സംസ്ഥാന സർക്കാരിന് പ്രത്യേകമായ സ്ഥലമൊക്കെ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ അത്തരം സ്ഥലങ്ങളില്ലാത്ത സാഹചര്യത്തിൽ അത് ഒരു പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ഈ ഓപ്പറേറ്റ് ആൻഡ് റവന്യൂ ഷെയറിംഗ് എന്ന രീതിയിൽ, അതായത് അതിൻ്റെ പ്രവർത്തനം, അതിൻ്റെ നടത്തിപ്പ് എന്നിവയും അതോടൊപ്പം തന്നെ ലാഭത്തിൻ്റെ ഇതും ഷെയർ ചെയ്തുകൊണ്ട് പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം തുടങ്ങാൻ, അതിന് പേര് വിളിക്കുന്നത് അപ്രൂവ്ഡ് മോട്ടോർ വെഹിക്കിൾ സീസർ ഷീഷ യാർഡ് എന്ന പേരിലാണ്. അതായത് അംഗീകൃത വാഹന ജപ്തി യാർഡുകൾ. അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരാൻ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കൊണ്ടുവരാനുള്ള നിർദ്ദേശമാണ്. ആ നിർദ്ദേശത്തിന് സർക്കാർ ഇപ്പോൾ തത്വത്തിൽ അനുമതി നൽകിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച ഒരു അന്തിമ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് സർക്കാർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് നികുതി പിരിവിന് ഒരു CC പിടുത്തം പോലെയൊക്കെ നമ്മൾ ഈ നാട്ടിലൊക്കെ കേട്ടിട്ടുണ്ട്. വാഹനങ്ങളുടെയൊക്കെ CC അടയ്ക്കാതാകുമ്പോൾ അതിന് പ്രത്യേകം ആളുകൾ വന്ന് ആ വാഹനമൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ ആ ഒരു രീതിയിലേക്ക് വാഹനങ്ങൾ സർക്കാർ തന്നെ പിടിച്ചു വെക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് ഈ പുതിയ നടപടിക്രമത്തിന്റെ ഭാഗമായി വ്യക്തമാകുന്നത്. ഇത് എത്രത്തോളം നിയമപരമായി സാധിക്കുന്ന കാര്യത്തിൽ നമുക്ക് സ്വകാര്യ വ്യക്തികൾ, പ്രാദേശിക ഗുണ്ടകളെയൊക്കെയാണ് CC പിടുത്തത്തിന് ഇറക്കുക. ഇപ്പോൾ സർക്കാർ ഔദ്യോഗികമായിട്ടല്ലേ ജീവനക്കാരെ തന്നെ CC പിടുത്തത്തിന് ഇറക്കുന്നു. അങ്ങനെ തന്നെയാണ്. കാരണം അനിൽ നമ്പ്യാർ, ഇതിൽ മോട്ടോർ വാഹന വകുപ്പിനാണ് ഇതിൻ്റെ നടത്തിപ്പ് ചുമതല വരുന്നത്. വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നതും ഈ സ്വകാര്യ വ്യക്തികളുടെ ഈ പറയുന്ന അവരുടെമായി പങ്കാളിത്തത്തോടെ PPP മോഡലാണ്, പൊതു സ്വകാര്യ പങ്കാളിത്തമാണ്. മോഡലിൽ ഇത്തരം യാർഡുകൾ ആരംഭിക്കുകയും ആ യാർഡുകളിലേക്ക് വാഹനങ്ങൾ മാറ്റുന്നതിൻ്റെയും ഒക്കെ ചുമതല നൽകിയിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിനാണ്. ഇപ്പോൾ തന്നെ ഈ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ വാഹന പരിശോധനയുമായി ബന്ധപ്പെട്ടിട്ട് നവമാധ്യമങ്ങളിലും മറ്റും നടക്കുന്ന പ്രശ്നങ്ങളും പരിഹാസങ്ങളും അത് സംബന്ധിച്ച തർക്കങ്ങളും ഒക്കെ നമുക്കറിയാവുന്നതാണ്. ആ വാഹന അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ചെറിയ നിയമലംഘനങ്ങൾക്കൊക്കെ വാഹനങ്ങൾ ഉയർന്ന പിഴ ഈടാക്കുന്നതും ചെറിയ മോട്ടോർ വാഹന മോഡിഫിക്കേഷനുകൾ പോലെയുള്ളതിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ നല്ലൊരു ശതമാനം യുവാക്കളും മോട്ടോർ വാഹന വകുപ്പും തമ്മിലുള്ള ബന്ധം അത്ര നല്ല രീതിയിലൊന്നുമല്ല. അപ്പോൾ സമാനമായൊരു തർക്കം കൂടുതൽ രൂക്ഷമാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുക എന്നുള്ളതാണ്. അതായത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ടിറങ്ങി നികുതി അടയ്ക്കാത്ത വാഹനങ്ങൾ പിടിച്ചെടുത്ത് അത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഈ പുതിയ നീക്കത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്തായാലും നികുതി പിരിവ് സംബന്ധിച്ച് സംസ്ഥാനത്ത് വലിയ വീഴ്ചകളുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന് ഇത്തരം ഒരു കടുങ്കൈ, വാഹനങ്ങൾ പിടിച്ചെടുത്ത് സൂക്ഷിക്കുന്ന ഒരു കടുങ്കൈയിലേക്ക് സർക്കാർ പോകുന്നത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് ഘട്ടത്തിൽ അറിയില്ല. എന്തായാലും അത്തരമൊരു നിർദ്ദേശത്തിന് സർക്കാർ തത്വത്തിൽ അംഗീകാരം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഉത്തരവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. നികുതി പിരിവിന് CC പിടുത്തം മാതൃകയുമായി മോട്ടോർ വാഹന വകുപ്പ്. നികുതി അടയ്ക്കാത്ത വാഹനങ്ങൾ പിടിച്ചെടുത്ത് സൂക്ഷിക്കും. വാഹനങ്ങൾ സൂക്ഷിക്കാൻ PPP മാതൃകയിൽ അംഗീകൃത വാഹന ജപ്തി യാർഡുകൾ സജ്ജമാക്കും. അംഗീകൃത വാഹന ജപ്തി യാർഡുകൾക്ക് പ്രാഥമിക അനുമതി നൽകിയിരിക്കുന്നു. ജനം TV യാണ് ഈ വാർത്ത പുറത്ത് വിട്ടിരിക്കുന്നത്.